പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു ദിവസം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഒരു ദിവസം കൂടി എൻ്റെ ജീവിതത്തിലേക്ക് എഴുതി ചേർക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് ഞാൻ അറിയും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന സഹോദരനെ സ്നേഹിക്കണം. യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നവനും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ പുത്രനെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കില്ലെന്ന് നമ്മെ ഇന്നത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ നിറഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും സഹോദരങ്ങളെയും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. കർത്താവ് നസ്രത്തിൽ വന്ന സിനഗോഗിൽ വെച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നൽകപ്പെട്ടത് വായിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ച അഴിച്ചവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഇതെന്ന് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് കർത്താവ് പറയുക. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ശുശ്രൂഷ ഇതുതന്നെയാണ്. ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അന്തർക്ക് കാഴ്ച നൽകുവാൻ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരെ തിരികെ കൊണ്ടുവരുവാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ നമ്മൾക്ക് കഴിയുമ്പോഴാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമായി മാറുക. അങ്ങനെ സകല ബന്ധനങ്ങളിലും എല്ലാവരെയും മോചിച്ചുകൊണ്ട് രക്ഷയുടെ നിറവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ കാണാനുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ഉള്ളത് അവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.